ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സെറ്റ് മുണ്ടും ആണ് ഉടുക്കുന്നത്. സെറ്റ് സാരിയുടെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സെറ്റ് മുണ്ടും എങ്ങനെ എത്രയും പെട്ടെന്ന് ഉടുക്കാമെന്ന് ഞാനൊന്ന് ഉടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉടുക്കാം. നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ മുണ്ട് ഏതാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇത് നീളം കുറഞ്ഞ മുണ്ടായത്. അപ്പോൾ ഈ സെറ്റ് മുണ്ടിനകത്ത് നീളം കൂടിയത് നമ്മൾ മുന്താടിയായിട്ടിടും, നീളം കുറഞ്ഞത് മുണ്ടായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സെറ്റ് മുണ്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മുണ്ടും മുന്താണിയും സെറ്റ് മുണ്ടിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഉടുത്ത് കാണിക്കാം, എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കാൻ പറ്റുന്നത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെറ്റിൻ്റെ മുണ്ട് ഏതാ മുന്താണി ഏതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നീളമുള്ളത് മുന്താണിയായിട്ട് നമുക്ക് ഉടുക്കാം, നീളം കുറഞ്ഞത് മുണ്ടുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നീളം കുറഞ്ഞത് എടുക്കുക. അപ്പോൾ നമുക്ക് മുണ്ട് ഒന്ന് ഉടുക്കാം. നമുക്ക് ഇതിവിടെ കുത്തുന്ന സമയത്ത് ഇങ്ങനെ സെൻട്രൽ വരണം. നമ്മൾ മുണ്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ സെൻട്രൽ വേണം. നമുക്ക് ഈ ബോർഡർ വന്ന് നമുക്ക് ഇതുപോലെ സെൻറ്റർ എന്ന് വെച്ചാൽ പുക്കിളിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് റൈറ്റിലോട്ട് മാറ്റി വേണം നമുക്കിവിടെ ബോർഡർ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിങ്ങനെ അതിനുവേണ്ടി നമുക്ക് ഈ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകല അകത്തോട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉടുത്ത് അങ്ങ് പാവാടയോടെ അങ്ങ് ഫിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ ഇത് എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യമേ നമ്മൾ സെൻറ്റർ ബോർഡർ ഒന്ന് പിടിച്ച് ആദ്യം ഈ സെൻറ്ററായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്വല്പമായിട്ട് ടൈറ്റാക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ശകലം അകത്തോട്ട് പിൻ ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ മാറും. അത് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സൈഡ് ഒരു ശകലം അകത്തോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ബോർഡർ വെച്ച് നമുക്കിതുപോലെ പാവാടയെല്ലാം പിൻ ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ ഒരു പിന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പോവുകയില്ല. 2.5 മീറ്റർ നീളമുള്ള മുണ്ടും 2.80 നീളമുള്ള മുന്താണിയുമാണ് നമുക്കിപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് 2.80ഉം 2.50ഉമായിട്ടുള്ള സെറ്റ് മുണ്ടും ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ മുണ്ട് ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഈ നേരെ സെൻറ്ററിൽ വയ്ക്കുന്നതിനും കാട്ടി ഒരു ശകലം സൈഡിലോട്ട് നമ്മൾ ഈ ബോർഡർ കൊടുക്കുന്നതാണ് നമുക്ക് ആ സെറ്റ് മുണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുന്താണി എടുക്കാം. ഈ മുന്താണി 2.80 നീളമുള്ള മുന്താണിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 2.80 ഉണ്ട്. നമ്മളിത് പിന്നെ ഇങ്ങനെ ഒന്ന് ഫ്ലീറ്റ് എടുത്തിട്ട് സെൻറ്ററിൽ നേരത്തെ നമ്മൾ നേരത്തെ പിൻ ചെയ്ത് ഒന്ന് ഫ്ലീറ്റ് ആവശ്യത്തിന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് എളുപ്പം എടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ മുന്താണി നമുക്ക് എളുപ്പം ഉടുക്കാൻ പറ്റും. ഒന്ന് അയൺ ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഭംഗിയായിട്ട് നമുക്ക് തോന്നും. അതിനകത്ത് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും.
സൈഡിലോട്ടൊരു നമ്മളൊരു പിൻ ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഏത് കളർ ബ്ലൗസാണോ ഇടുന്നത് ആ കളർ ബ്ലൗസ് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് എപ്പോഴും നമ്മൾ ഉടുത്താലും ഈ മുന്താണിയുടെ എൻഡ് വരുന്നത് ഇതേപോലെ വി ഷേപ്പിൽ വേണം. വി ഷേപ്പിൽ വേണം നമുക്ക് ഈ മുന്താണി കുത്തുന്ന സമയത്ത് ഈ മുന്താണി വി ഷേപ്പിൽ നമുക്ക് കിട്ടണം. ഇതേപോലെ വി ഷേപ്പിൽ വേണം നമുക്ക് ഈ മുന്താണിയുടെ ലാസ്റ്റ് വരാൻ വേണ്ടി. ഇതുപോലെ നമ്മൾ എന്നിട്ട് നല്ല ഒരു ജിമിക്കിയും ഒരു ഇതിന് കമ്മലെന്ന് വെച്ചാൽ നമുക്ക് ജിമിക്കിയ സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കൊക്കെ നല്ലത് ജിമിക്കിയ. അപ്പോൾ ഒരു നല്ല ജിമിക്കിയും ഇട്ട് നല്ല പെൻഡൻ്റുള്ളൊരു മാലയും ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ സെറ്റ് മുണ്ട് ഇവിടെ ഉടുത്തു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് സെറ്റും മുണ്ടും ഉണ്ടെങ്കിൽ ഉടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത്. നേരത്തെ നമുക്ക് ഇതുപോലെ ഫ്രില്ല് ചെയ്ത് വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ എളുപ്പം എടുത്ത് കുത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ സാരി നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇടാം. ഇതിന് വേണമെങ്കിൽ പച്ച ഉപയോഗിക്കാം, ഓറഞ്ച് ഉപയോഗിക്കാം. ഇത് എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് സാരി നമുക്ക് ഉടുക്കാൻ പറ്റും. നിഷേളം തിരിഞ്ഞ് അതൊക്കെ അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ഉടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് മുണ്ടിൻ്റെ കോർണർ ഇതുപോലെ വി ഷേപ്പിൽ വേണം ഉടുക്കാൻ. വി പോലെ നമുക്ക് ബാക്കി വരണം. ഇതുപോലെ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ ഈ സെറ്റ് മുണ്ട് ഉടുത്ത് കാണിച്ചത്. ഷേർലി സെറ്റ് മുണ്ട് ഉടുത്തന്നെ ഒരു ഷേർലിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. മുണ്ട് ആദ്യം മുണ്ടിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നീളം കുറഞ്ഞത് മുണ്ടും നീളം കൂടിയത് മുന്താണിയും. അത് കഴിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഷേർലി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പോൾ നമുക്കിതുപോലെ എല്ലാവരും സെറ്റ് മുണ്ട് ഓണത്തിനൊടുക്കുക. നേരത്തെ ഞാൻ സാരി ഉടുക്കുന്നത് ഇട്ടിരുന്നു. അതേപോലെ തന്നെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വെറും 3 പിന്ന് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒന്ന് ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട്, ഷോൾഡറിലൊരു പിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ ബോർഡറിന് കുത്താൻ നേരത്തെ ഒരു പിന്ന് കൊടുത്തു. അല്ലാതെ ഇതിന് പിന്ന് പോലും നമുക്ക് അധികം ആവശ്യമില്ല. നല്ല എല്ലാവർക്കും ഇണങ്ങുന്നതാണ് സെറ്റ് മുണ്ടും. ഇത് എല്ലാവരും ഉപയോഗിച്ച് എല്ലാവരും ഇതേപോലെ തന്നെ എളുപ്പത്തിൽ ഓണത്തിനോ ഒക്കെ സെറ്റ് മുണ്ട് ഉടുക്കുക, അടിച്ചു പൊളിക്കുക. അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.